ആശുപത്രി കിടക്കയിലെ മയക്കത്തിൽ നവനീതിന്റെ സ്വപ്നത്തിലെന്നും ഒരു നാടക അരങ്ങ് തെളിയുമായിരുന്നു. പ്രിയപ്പെട്ടവന് വേണ്ടി ആ അരങ്ങ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കൂട്ടുകാർ. തലച്ചോറിൽ അർബുദം ബാധിച്ച് റേഡിയേഷന്റെയും കീമോതെറാപ്പിയുടെയും ലോകത്തു നിന്ന് സുഹൃത്തുക്കളുടെ കൈവിരൽ പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ നവനീത് നാരായണന്റെ സ്വപ്നം പോലെ കഴിഞ്ഞ ദിവസം തിരശീല ഉയർന്നപ്പോൾ ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും കൂടെയുണ്ടായിരുന്നു. ഒരു വർഷം മുൻപാണ് രോഗത്തിന്റെ രൂപത്തിൽ വന്ന വിധി കണ്ണൂർ കരുവള്ളൂരിലെ നവനീതിനെ ആശുപത്രിയിലാക്കിയത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദനയ്ക്ക് കാരണം ക്യാൻസർ ആണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ നവനീതിനേക്കാൾ തളർന്നത് നാട്ടുകാരും കൂട്ടുകാരുമാണ്. ഞാൻ നവനീത് നാരായണൻ, കരുവള്ളൂർ സ്വദേശിയാണ്. അപ്പോൾ നമ്മുടെ കരുവള്ളൂരിൽ തന്നെ കൂറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നാടകവേദി നമ്മൾ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ നാടകം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ നാടകത്തിൻ്റെ പ്രദർശനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർത്തമാനകാലത്തിലെ വർഗീയതക്കെതിരെ അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ ഉള്ളൊരു ചൂണ്ടുവിരലായിട്ടാണ് നമ്മൾ ആ നാടകത്തെ കാണുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടും നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും നാടിന് സഹായമായി ഓടിയെത്തിയവനാണ് കരിവള്ളൂർ നെടുവപ്പുറത്തെ നാരായണൻ യശോദ ദമ്പതികളുടെ ഏകമകൻ നവനീത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ പുഞ്ചിരിയോടെ നേരിട്ടവൻ, പലർക്കും സഹോദരൻ. സന്നദ്ധ പ്രവർത്തനങ്ങളും എഴുത്തും വായനയുടെയും നാടകത്തോടുള്ള പ്രണയവുമൊക്കെയായി നടക്കുമ്പോഴാണ് നവനീതിന് അസുഖം ബാധിച്ചത്. കവി, അഭിനേതാവ്, നാടകരചയിതാവ്, അങ്ങനെ വലുതായിരുന്നു നവനീതിന്റെ ലോകം. അതാണ് ആശുപത്രി മുറിയിലേക്ക് ചുരുങ്ങിപ്പോയത്. ആശുപത്രിയിൽ സന്ദർശിച്ച കൂട്ടുകാരോട് താൻ എഴുതിയ നാടകം അരങ്ങിലെത്തിക്കണമെന്ന് നവനീത് ആഗ്രഹം പറയുകയായിരുന്നു. അവൻ വീണ്ടും ചിരിക്കണം, നാടിന്റെ കണ്ണീർ തോരണം. ഈ ലക്ഷ്യത്തോടെ കൂട്ടുകാർ ഒരുക്കങ്ങൾ തുടങ്ങി. കീമോതെറാപ്പി ചികിത്സയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് നവനീത് എത്തിയതോടെ റിഹേഴ്സൽ നടത്തി നാടകം അരങ്ങിലെത്തിക്കുകയായിരുന്നു. നാടകത്തിന്റെ ആദ്യ അവതരണം കഴിഞ്ഞപ്പോൾ ആശുപത്രി മുറിയിൽ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മുഖം മാത്രം കണ്ടിരുന്ന കാലം മറന്ന് നവനീത് ചിരിച്ചു. ജീവിതത്തോടുള്ള ആഗ്രഹം ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ദരിദ്ര കുടുംബാംഗമായ നവനീതിന്റെ ചികിത്സ നിലവിൽ മുന്നോട്ടു പോകുന്നത്. നാടകത്തിന് കൂടുതൽ വേദികൾ കിട്ടുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. നവനീതിന്റെ ഒരു കവിതയിൽ തണല് പെയ്യുന്ന മരങ്ങളെപ്പോലെയുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യരിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ.